എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്റ്റേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നാളത്തെ ദിവസം നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടി എടുത്തു വച്ചിട്ടുള്ള ഷെയറുകളാണ് സ്ക്രീനിൽ കാണുന്നത്. ഏകദേശം 17 ഷെയറുകളുണ്ട്. ഇന്നത്തെ മാർക്കറ്റ് നല്ല അപ്പ് ട്രെൻഡിലായിരുന്നു. ഓപ്പണിംഗ് തൊട്ടേ നല്ല അപ്പ് ട്രെൻഡിലായിരുന്നു. ഇടയ്ക്കൊരു പ്രാവശ്യം 200 പോയിൻ്റ് പോയിട്ട് ഒരു 100 പോയിൻ്റ് വരെ വന്നു, പിന്നെ തിരിച്ച് വീണ്ടും കയറിപ്പോയി. ഏകദേശം ഹൈന്ന് കുറച്ച് താഴെയാണെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ടാണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും എല്ലാം ക്ലോസ് ആയിരിക്കുന്നത്. പക്ഷേങ്കിൽ ഈ ഒരു റാലി കണ്ടിന്യൂസ് നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. ബിയറിഷ് ട്രെൻഡ് തന്നെ വരാനാണ് ചാൻസ് കൂടുതൽ. നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ നോർമൽ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഷോർട്ട് സെൽ ചെയ്യാൻ വേണ്ടി എടുത്തു വച്ചിരിക്കുന്ന ഷെയറുകളാണിത്. നമ്മൾ ചെയ്യുന്ന രീതിയുണ്ട്. ആ രീതി എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ വീഡിയോ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ആ ഒരു വീഡിയോ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ അത് നിങ്ങൾ നോക്കി പുതുതായിട്ട് വരുന്നത് കണ്ടുപഠിക്കുക. അതിനുശേഷം പേപ്പർ ട്രേഡൊക്കെ എടുത്ത് ഒരു മാസമെങ്കിലും പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് ട്രേഡിങ് ചെയ്യാൻ തുടങ്ങാവൂ. അതുവരേക്കും നല്ല രീതിയിലൊരു കോൺഫിഡൻസ് കിട്ടിയിട്ട് വേണം നമ്മൾ ട്രേഡ് എടുക്കാൻ വേണ്ടി. നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ വോളിയത്തോടുകൂടി ഹൈയിൽ പോയ ഷെയർ എടുക്കും. അതിൽ വന്നിട്ട് നാളെ അതിൽ ട്രേഡ് എടുക്കുമ്പോൾ ആ ഷെയറിൻ്റെ, ഇന്നെടുത്ത ഷെയറിൻ്റെ ഇന്നത്തെ ഹൈയുടെ മുകളിലോ അതല്ല R1, R2, R3 റേഞ്ച്, ഏത് റേഞ്ചിലാണോ പോകുന്നത് ആ R1 പോയിട്ട് R1 താഴോട്ട് ഇറങ്ങുന്നില്ല. നമ്മൾ അങ്ങനെ നോക്കിയിരിക്കാനേ പറ്റത്തുള്ളൂ. നമ്മളെപ്പോഴാണോ ഏത് ലെവലിൽ നിന്നാണോ ഷെയർ താഴോട്ട് ഇറങ്ങാൻ തുടങ്ങുന്നത് ആ ലെവല് നമ്മൾ എൻട്രി എടുക്കും, സെല്ലിങ് എടുക്കും. എക്സാമ്പിൾ ഈ ജയ്പൂർ കുർത്ത എന്ന് പറയുന്ന ഈ ഷെയർ നോക്കിക്കോ. ഇതിൻ്റെ ഹൈ 20% അപ്പാണ്, 58.90. നാളെ അത് ഓപ്പണിങ് ചിലപ്പം R1 മുകളിലായിരിക്കാം, R2 എന്നിട്ട് R1 മുകളിൽ ഓപ്പണായിട്ട് നേരെ R2 പോയെന്നിരിക്കാം, ചിലപ്പോൾ R3 പോയെന്നിരിക്കാം. നമ്മൾ അന്നേരം ഒന്നും ട്രേഡ് എടുക്കില്ല. നമ്മൾ എടുക്കേണ്ടത്, ഇപ്പോൾ R1 പോയി താഴെ ഇറങ്ങിയില്ല, നമ്മൾ ട്രേഡ് ചെയ്യില്ല. നമ്മൾ R2 പോയി R2 മുകളിൽ പോയതിന് ശേഷം തിരിച്ച് R2 താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ, അതായത് ഇപ്പോൾ ഇവിടെ R2 66.10 ഷെയർ വന്നിട്ട് 69 വരെ പോയിട്ട് 66 താഴോട്ട് ട്രേഡ് ആകാൻ തുടങ്ങുമ്പോൾ നമ്മളെന്തോ ചെയ്യും? നമ്മൾ ഈ 66 താഴെ 65, 80, 65, 70 ആ റേഞ്ചിലോട്ട് സെല്ല് ചെയ്യും. ഷെയർ സെല്ല് ചെയ്തിട്ട് ആ സമയത്ത് അടിച്ചേക്കും. അതായത് 69 ഹൈ എങ്കിൽ 69 മുകളിൽ ഒരു 10 പൈസയെങ്കിലും മുകളിൽ, 5-10 പൈസ മുകളിൽ ട്രിഗർ ചെയ്തിട്ട് സ്റ്റോപ്പ് ലോസ് ബൈയിങ് ഇടണം. അപ്പോൾ നോർമൽ നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടാനാണ് ചാൻസ്. പക്ഷേങ്കിൽ ചില സമയത്ത് ചില ഷെയറിനകത്ത് ന്യൂസ് ബേസ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓപ്പറേറ്റർക്ക് ഗെയിം ആയിരിക്കാം നല്ല രീതിയിലുള്ള. അപ്പോൾ അതിൽ നമുക്ക് ചില സമയത്ത് ലോസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ലിമിറ്റഡ് ലോസിൽ വരാൻ വേണ്ടിയാണ് നമ്മളെപ്പോഴും സ്റ്റോപ്പ് ലോസ് ഇട്ട് ട്രേഡ് എടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിലാണ് ചെയ്യേണ്ടത്. ഒന്നുകിൽ പ്രീവിയസ് ഡേ ഹൈ, അതായത് ഇന്നത്തെ ഈ കാണുന്ന ഹൈയുടെ മുകളിൽ വന്നിട്ട് താഴെ ഇറങ്ങുമ്പോൾ, അതല്ല ഈ ഹൈയുടെ മുകളിൽ കയറി നേരെ അങ്ങ് വീണ്ടും മുകളിലോട്ട് പോവുകയാണെങ്കിൽ R1 റേഞ്ച് നോക്കുക, R2 റേഞ്ച് നോക്കുക, R3 റേഞ്ച് നോക്കുക. ഈ റേഞ്ചിൽ ഏതെങ്കിലും റേഞ്ചിൽ നിന്ന് താഴെ വരുമ്പോൾ നമുക്ക് ചാൻസ് എടുക്കാം. ഫസ്റ്റ് തിരിയുന്നിടത്ത് വെച്ച് നമ്മൾ ചാൻസ് എടുക്കണം. അപ്പോൾ നാളെ ഈ ഹൈടെക് ഗിയർ എന്ന് പറയുന്ന ഷെയർ നോക്കി. ഹൈടെക് ഗിയർ 594.75 അതിൻ്റെ ക്ലോസിങ്. നമുക്ക് ഞാനീ പറഞ്ഞ രീതിയിൽ ഷെയർ കിട്ടുന്നില്ല, അതായത് ഈ ഹൈയുടെ മുകളിൽ പോലും പോകുന്നില്ല എങ്കിൽ നമുക്ക് അടുത്ത ചാൻസ് ഉള്ളത് ഈ ആവറേജ് ട്രേഡ് പ്രൈസ് ഈ റേഞ്ചിന് താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ആ സമയത്ത് ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് നമുക്ക് ഈ റേഞ്ചിന് താഴോട്ട് സെല്ല് ചെയ്യാൻ പറ്റും. ഈ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു റേഞ്ചൊന്നും കിട്ടിയില്ലെങ്കിലത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നല്ല ചാൻസ് തരാൻ സാധ്യതയുള്ള ഷെയറുകളൊന്ന് ഈ മുദ്ര എനിക്ക് തോന്നുന്നില്ല അത് വന്നിട്ട് ഈ 730 പോകാൻ തോന്നുന്നില്ല. ഇന്നത്തെ ആ മൂവ്മെൻറ്റ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെങ്കിൽ നമുക്കിതിനകത്ത് ചാൻസ് എടുക്കാൻ പറ്റും. ഇതിപ്പം നാളെ ചിലപ്പോൾ 700, 702, 703 ഓപ്പൺ മുകളിലോട്ട് പോയിട്ട് ഈ ആവറേജ് കട്ട് ചെയ്യുവാണെങ്കിൽ, ഈ ആവറേജിന് താഴോട്ട് വരുവാണെങ്കിൽ നമുക്ക് സെല്ല് ചെയ്ത് വിടാം. എന്നിട്ട് ഇപ്പോൾ 703 ഹൈ എങ്കിൽ 703 പോയിട്ട് ഈ 696 താഴെ വരുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുക, സെല്ല് ചെയ്യുക. എന്നിട്ട് 703 മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടുക.
എനിക്ക് തോന്നുന്നത് ഈ 700 മുകളിൽ ഒരു പ്രാവശ്യം പോയിട്ട് ഇറങ്ങാനാണ് ചാൻസ് കൂടുതൽ. അതല്ല എങ്കിൽ അടുത്ത ലെവല് ഒന്നുകിൽ ഈ 730 മുകളിലോട്ട് പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ അവിടെ എടുക്കുക. അതല്ല 740 ഏത് റേഞ്ചാണോ പോയിട്ട് എടുക്കുന്നത് ആ സമയത്ത് എടുക്കുക. അടുത്തത് എൻജിനീയേഴ്സ് ഇന്ത്യയിൽ ഒരു പ്രാവശ്യം 200 മുകളിൽ ട്രേഡായിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. ഈ R1 കിട്ടിയ ഏറ്റവും നല്ലത്. R1 മുകളിൽ പോയിട്ട് തിരിച്ച് R1 താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ 203 താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. എന്തായാലും അവിടുന്ന് ഒരു 2-3 രൂപ ഈസി ആയിട്ട് കിട്ടും. അതുപോലെ ഈ ഗ്രാവിറ്റ ഇന്ത്യ 871 ക്ലോസിങ്. അത് എനിക്ക് തോന്നുന്നത് നല്ല ഹെവി മൂവ്മെൻ്റ് ആയിരുന്നു. അതിൻ്റെ ഗ്രാഫ് നോക്കട്ടെ. അതെ, ഇത് കണ്ടില്ലേ, ഈ ലാസ്റ്റ് 15-20 ഇതിനകത്ത് മൂവ്മെൻറ്റ് ഇത്രയും കയറിയത്. അപ്പോൾ നാളെ ഉറപ്പായിട്ട് ഇത് നമുക്ക് ലെവലിൽ കിട്ടുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും താഴോട്ട്. നോക്കാം. എന്തായാലും എൻ്റെ ഒരു കാൽക്കുലേഷൻ ഈ ഗ്രാവിറ്റ വന്നിട്ട് ഒരു 900 വന്നാൽ ഒത്തിരി നല്ലതാണ്. 900 വന്നിട്ട് ഈ 899 കട്ട് ചെയ്താൽ നല്ലത്. അതല്ല ഒരു 890 റേഞ്ചിലൊക്കെ വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നമ്മൾ ആ സമയത്തെ ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചാണ് എടുക്കുക. എന്തായാലും 900 മുകളിൽ വന്നിട്ട് ഇറങ്ങുമ്പോൾ എൻട്രി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വെയിറ്റ് ചെയ്ത് നോക്കുക. അതല്ല എങ്കിൽ അന്നേരത്തെ ഒരു സിറ്റുവേഷൻ എന്തായാലും നാളെ ഇറങ്ങാനാണ് ചാൻസ് കൂടുതൽ ഈ ഷെയർ, ഈ ഗ്രാവിറ്റ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതുപോലെ ആക്ഷൻ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഈ ഷെയർ ഒന്നുകിൽ ഈ ഹൈയുടെ മുകളിൽ പോയിട്ട് ഒരു പ്രാവശ്യം ഇറങ്ങാൻ ചാൻസ് കൂടുതലാണ്. അതിൻ്റെ ക്ലോസിങ് 408 ഓപ്പണിംഗ് തന്നെ ഇതിന് റേഞ്ചിൽ ഇപ്പോൾ 1530 പോയിട്ട് 1524 കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അന്നേരം ഒരു എൻട്രി എടുത്ത്, പക്ഷേ ഓപ്പണിങ്ങിൽ ആ സമയത്തെ പ്രോഫിറ്റ് പെട്ടെന്ന് ബുക്ക് ചെയ്യണം. ഈ റിലയൻസ് ഇൻഫ്ര എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഈ R1 റേഞ്ച് വന്നിട്ടായിരിക്കാം തിരിയുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാൻ. തിത്താഗ്ര എന്ന് പറഞ്ഞ ഈ ഷെയർ ഒന്നുകിൽ ഈ R1 മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങാൻ ചാൻസ് കൂടുതൽ. അതല്ല എങ്കിൽ നമ്മൾ ഈ ലെവലിൽ കിട്ടിയിട്ട് ഇറങ്ങുന്ന R1 വന്നിട്ട് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. നമുക്ക് നല്ലൊരു ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. ആ ഗ്യാപ്പ് ഇപ്പോൾ 918 റേഞ്ച്, ഇപ്പോൾ 922-23 പോയിട്ട് 918-80 താഴോട്ട് വരുവാണെങ്കിൽ ചിലപ്പോൾ ഒരു 902-901 റേഞ്ചിലോട്ടൊക്കെ വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇതെല്ലാം നല്ല വോളിയുള്ള ഷെയറാണ്, പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ പറ്റും. പിന്നത്തെ വോളിയില്ലാതെ ഈ അനൂപ് മാത്രമേ ഉള്ളൂ. അത് കഴിവതും അവോയ്ഡ് ചെയ്യുക. അത് എനിക്ക് നോക്കാൻ വേണ്ടി എടുത്തിട്ടേക്കുന്നതേ ഉള്ളൂ. അതിനുശേഷം സോണാക്കോം ഈ ഷെയർ ചിലപ്പോൾ നാളെ ഒരു 700 റേഞ്ച് പോയിട്ട് ഇറങ്ങാൻ ചാൻസ്. 700 റേഞ്ച് പോയിട്ട് ഈ 696 താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ സെല്ല് ചെയ്യാൻ നല്ല ചാൻസ് ആയിരിക്കും അത്. അതുപോലെ ജിന്താൽസോയും ഈ R1 R2 റേഞ്ച് വന്നിട്ട് ഇറങ്ങുമ്പോൾ എൻട്രി എടുക്കുന്നതായിരിക്കും നല്ലത്. അയൺ എക്സ്ചേഞ്ചിൻ്റെ ആവറേജ് നോക്കി 494, അതിൻ്റെ ക്ലോസിങ്ങും 494. ഒരു 500 ലെവലിലൊക്കെ പോയിട്ട് ഈ 494 കട്ട് ചെയ്ത് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് സെല്ല് ചെയ്യാം. അവിടെ നല്ല പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അതല്ല എങ്കിൽ 500 മുകളിൽ തന്നെ കണ്ടിന്യൂസ് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ R1 ഹൈയോ ഏകദേശം അടുത്തെടുത്ത്. അപ്പോൾ ആ റേഞ്ചിലോട്ട് പോയിട്ട് ഇറങ്ങും. ആ റേഞ്ചിൽ പോയി ഇറങ്ങിയാലും ഈ 519-520 ഒക്കെ പോയിട്ട് 519 കട്ട് ചെയ്യുമ്പം 519 കട്ട് ചെയ്യുമ്പോൾ നമുക്ക് സെല്ല് ചെയ്യാം. 517 താഴെ നിൽക്കാൻ തുടങ്ങിയാൽ ഉറപ്പായിട്ടും നല്ല രീതിയിൽ താഴോട്ട് ഇറങ്ങിപ്പോകും. പിന്നീട് നമുക്ക് ചാൻസ് തരാൻ സാധിക്കും. ഇതെല്ലാം ചാൻസ് തരും. പക്ഷേ നമ്മൾ ആ ലെവൽ നോക്കിയിരുന്ന് കറക്റ്റ് ലെവൽ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ആ പറയുന്ന രീതി വരുമ്പോൾ മാത്രമേ ട്രേഡ് എടുക്കാവൂ. അല്ലാതെ ഇടയ്ക്ക് കയറി ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ പണിയാണ്. അതുപോലെ ലെവൽ വന്നിട്ട് ഒത്തിരി താഴോട്ട് പോയതിന് ശേഷം എൻട്രി എടുത്താലും നമുക്ക് അത് ദോഷമേ ചെയ്യത്തുള്ളൂ. കാരണം നമുക്ക് സ്റ്റോപ്പ് ലോസ് ഒത്തിരി ഹൈയിലിടും. നമ്മളെപ്പോഴും എൻട്രി എടുത്തിട്ട് ആ സമയത്തെ ഹൈയുടെ മുകളിലാണ് സ്റ്റോപ്പ് ലോസ് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് ഒത്തിരി ഹൈ ആയി പോകും. അങ്ങനെയൊന്നും ട്രേഡ് എടുക്കരുത്. അപ്പോൾ ഞാൻ ട്രേഡ് എടുക്കുന്ന രീതി അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഏതൊക്കെ രീതിയിൽ ട്രേഡ് എടുക്കുക അതൊക്കെ നിങ്ങൾ കണ്ട് കറക്റ്റ് മനസ്സിലാക്കുക. അതിനുശേഷം പുതിയതായിട്ട് വരുന്ന ആൾക്കാരൊക്കെ നോക്കി ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ഈ ഷെയർ ചെയ്യുന്ന അതേ ഇത് നമുക്ക് നിഫ്റ്റിയിലും ചെയ്യാൻ പറ്റും. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും CPR വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ അതേ മെത്തേഡ് തന്നെ. അപ്പോൾ
ഇത്രയൊക്കെ ഉള്ളൂ. ഇതിനകത്ത് എന്തായാലും നമുക്ക് നല്ലൊരു ചാൻസ്, കുറേ ഷെയറിനകത്ത് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അതായത് നല്ല കമ്പനികളാണ് എല്ലാം, ഓൾമോസ്റ്റ് എല്ലാം. ചില സമയത്ത് ചില ദിവസങ്ങളിൽ നമുക്ക് നല്ല കമ്പനികളൊന്നും കിട്ടത്തില്ല, പക്ഷേ ഇന്ന് നല്ല കമ്പനികൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ ചാൻസ് കിട്ടുമ്പോൾ നല്ല പ്രോഫിറ്റ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇനിയും നമുക്ക് ഇന്നത്തെ ദിവസം നമ്മൾ ട്രേഡ് എടുത്ത ഷെയർ നോക്കി. നമ്മൾ എടുത്ത ഷെയർ 15 ഷെയർ ഇന്നത്തെ ദിവസം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നമുക്ക് ഏകദേശം 10 ഷെയറിനകത്ത് നല്ല ചാൻസുകളുണ്ടായിരുന്നു. ചില ഷെയറിനകത്തൊക്കെ ഹെവി ഡൗൺ ട്രെൻഡ് കിട്ടി നല്ല രീതിയിൽ. പക്ഷേ നമുക്ക് അത്രയും വെയിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. നമ്മൾ ക്വാണ്ടിറ്റി അടിച്ചിരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി വെയിറ്റ് ചെയ്യാതെ നമ്മൾ ഒരു റീസണബിൾ പ്രോഫിറ്റ് കിട്ടുമ്പോൾ നമ്മൾ ബൈ ചെയ്ത് മാറുക. അങ്ങനെയായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് ഇതിനകത്ത് 15 ഷെയറിൽ നമുക്ക് 10 ഷെയർ നമുക്ക് ചാൻസ് തന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ഷെയർ ഞാൻ ഗ്രാഫിൽ കാണിച്ചു തരാം. ഇപ്പോൾ നല്ല ചാൻസ് തന്ന ഒരു ഷെയർ എന്ന് പറയുന്നത് KPIL. എനിക്ക് ഏറ്റവും നല്ല പ്രോഫിറ്റ് വന്ന ഷെയർ ഇതായിരുന്നു. ഇതുണ്ടല്ലോ, ഓപ്പണിംഗ് ഡൗൺ ആണ്. ഓപ്പണിംഗ് ഡൗൺ വന്നു, സെൻട്രൽ പിവോട്ട് പോയിന്റിൽ വന്ന് സപ്പോർട്ട് എടുത്തു, കയറിപ്പോയി. വൺ സൈഡ് കയറ്റം. അപ്പോൾ വൺ സൈഡ് കയറിപ്പോകുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഞാൻ അതിനകത്ത് പറഞ്ഞ പോലെ പ്രീവിയസ് ഡേ കട്ട് ചെയ്തു, അതിനുശേഷം ഇറങ്ങിയില്ല. R1 ടച്ച് ചെയ്തു, R1 ജസ്റ്റ് അടുത്ത് വരെ വന്നിട്ട് കുറച്ചിറങ്ങി. പക്ഷെ പിന്നെ R1 കട്ട് ചെയ്തു. നമ്മളിവിടെ എൻട്രി എടുക്കത്തില്ല. എൻട്രി എടുത്താൽ നമുക്ക് പ്രോഫിറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ അതിനൊരു 19 എടുത്താൽ നമുക്ക് 10 രൂപ പ്രോഫിറ്റ് വരുന്നുണ്ട്. പക്ഷേ നമ്മളിത് കട്ട് ചെയ്തിട്ട് തിരിച്ചിറങ്ങുമ്പോൾ എടുക്കുന്നത് ഏറ്റവും നല്ലത്. ഇത് കട്ട് ചെയ്തു, ഇറങ്ങി, അടുത്ത ലെവലിലോട്ട് പോകുന്നില്ല, അടുത്ത ഈ ലെവലിലോട്ട് പോകുന്നില്ല. ഇതിപ്പോൾ ഇവിടെ ഈ റേഞ്ച് വന്ന സമയത്ത് നമുക്ക് വിഷയമല്ല. നമുക്ക് ഈ ലെവലുകൾ കട്ട് ചെയ്യണം, അത്രയേ ഉള്ളൂ. പിന്നെ ഇത് കണ്ടില്ലേ, ഇവിടെ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ എൻട്രി എടുക്കാം. ഇവിടെ കട്ട് ചെയ്ത് എൻട്രി എടുത്തു. നമ്മൾ എത്ര എടുത്ത് 1119 എൻട്രി എടുത്തിട്ട് 1128 റേഞ്ചിലോട്ട് ഒരു സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ നിൽക്കുക. വൺ സൈഡ് മൂവ്മെൻ്റ് ആണ് ഇതിനകത്ത് കാണുന്നത്. വൺ സൈഡ് മൂവ്മെൻറ്റ് താഴോട്ട് പോയി എത്ര നമുക്ക് 1119 റേഞ്ച് ചെയ്യുന്ന 1080, ഏകദേശം 40 രൂപ പ്രോഫിറ്റ് അത് കൊടുത്തു ആ ചാൻസ് കിട്ടിയപ്പോൾ. പിന്നെ ഇതിനകത്ത് ഇത് കണ്ടില്ലേ, ഇത് ക്രോസ് ഓവർ സ്ട്രാറ്റജി വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇത് ഇവിടെ ഈ റേഞ്ചിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് കണ്ടില്ലേ, 10 EMA 20 EMA ക്രോസ് ചെയ്യുന്ന ആ റേഞ്ചിൽ നമുക്ക് ചെയ്യാം. ഇവിടെ എല്ലാം ചെയ്യാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഈ ക്രോസ് ഓവർ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇച്ചിരി കറക്റ്റായിട്ട് മനസ്സിലാവും. അതിന് ശേഷം നമുക്ക് സരിഗമ എന്ന് പറയുന്ന ഷെയർ, സരിഗമയും അതുപോലെ രാവിലെ ഓപ്പണിങ് കുറച്ച് ഡൗണിൽ പോയി. അതിനുശേഷം പ്രീവിയസ് ഡേ ഹൈ അടിച്ചു. പക്ഷേ R1 ഒന്നും പോകുന്നില്ല. പ്രീവിയസ് ഡേ ഹൈ അടിച്ചതിന് ശേഷം ഇവിടെ ഇറങ്ങും. നമുക്കിത് ഹൈ 380, നമ്മളിവിടെ 377 റേഞ്ചിൽ നമ്മൾ എൻട്രി എടുക്കും. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് 3-4 രൂപയുടെ വ്യത്യാസം. അത് പിന്നെ തിരിച്ചാണ്ട് 378, 1 രൂപയൊക്കെ കയറുന്നുണ്ട്. എന്നിട്ട് ഇവിടെ കട്ട് ചെയ്തു. ഈ 377 അവിടെ നിന്ന് അത് വൺ സൈഡ് ഇറങ്ങി നോക്കി 369 റേഞ്ചിലോട്ട് പോയിട്ടുണ്ട്. 8-9 രൂപ പ്രോഫിറ്റാണ്. പിന്നെ ആ റേഞ്ചിൽ നിന്ന് ട്രേഡ് എടുത്തതേ ഉള്ളൂ. അതിനുശേഷം KEI എന്ന് പറയുന്ന ഷെയർ, KEIയും ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, ഇറങ്ങി. നമുക്കിവിടെ ഒരു എൻട്രി എടുക്കും. ഇവിടെ എൻട്രി എടുത്താൽ 3430 എടുത്താൽ 3340, ഏകദേശം 95 രൂപയുടെ മുകളിൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെയും തിരിച്ച് കയറി പുതിയ ഹൈ അടിച്ചു. ഹൈ അടിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അടുത്ത ലെവൽ വരുന്നത് നോക്കുക. വന്നില്ല, തിരിച്ച് വീണ്ടും ഈ ലെവലാണ് ഇറങ്ങുന്നത്. 3530 താഴോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ വീണ്ടും എൻട്രി എടുക്കും. വീണ്ടും എൻട്രി എടുത്താൽ നമുക്ക് 3362-60 റേഞ്ചിലോട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഒരു 70 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് വരുന്നുണ്ട്. 2 പ്രാവശ്യം നല്ല ചാൻസ് വരുന്നുണ്ട്. അതിനുശേഷം പക്ക എന്ന് പറയുന്നൊരു ഷെയർ, അധികം മൂവ്മെൻറ്റ് തന്നില്ല എങ്കിലും അത് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി R1 അടിച്ചില്ല, തിരിച്ചിറങ്ങി. നമ്മളിവിടെ എൻട്രി എടുക്കും. നമ്മൾ 312 എൻട്രി എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് 318.
അതിന് മുകളിലോട്ട് പോയിട്ടില്ല. നോക്കിയാൽ ലാസ്റ്റിലത് 305 വരെ വന്നിട്ടുണ്ടായിരുന്നു. 312 7 രൂപ പ്രോഫിറ്റ് അതിനകത്തുണ്ടായിരുന്നു. അതിനുശേഷം കാനഡ ബിൽ എന്ന് പറയുന്ന ഷെയർ, അതും ഡൗൺ ഓപ്പണിംഗ് പോയിട്ട് പ്രീവിയസ് ഡേ ഹൈ അടിച്ച് തിരിച്ചിറങ്ങി. നമ്മളിവിടെ എൻട്രി എടുക്കും. 229 എൻട്രി എടുത്താൽ ലാസ്റ്റിൽ അത് 222 7 രൂപ പ്രോഫിറ്റ്. അതിന് ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റോപ്പ് ലോസേ ഉള്ളൂ. അതുപോലെ തന്നെ CG പവർ എന്ന് പറയുന്ന ഷെയർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തന്നത് ഷെമാരു എന്ന് പറയുന്ന ഷെയർ, ഷാലറ്റ് എന്ന് പറയുന്ന ഷെയർ, ഇതിനകത്തെല്ലാം നമുക്ക് ചാൻസുകളുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ട്രേഡിങ്ങിൻ്റെ. നാളത്തെ ഷെയർസിനെ പറ്റിയൊക്കെയുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ ഇതാണ് നാളത്തെ ഷെയർസ്. നോക്കുക, നമ്മൾ അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നമുക്ക് ചാൻസ് കിട്ടുമ്പോൾ മാത്രം എൻട്രി ചെയ്യുക. ചില സമയത്ത് സ്റ്റോപ്പ് ലോസ് പോകും. പക്ഷേ സ്റ്റോപ്പ് ലോസ് പോയാൽ നമുക്ക് അടുത്ത ചാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ചാൻസ് കിട്ടുമ്പോൾ മാത്രം എൻട്രി ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.